നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഡിവൈഎസ്പി ആണിതാ. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി വിഷ്ണുരാജ. ഡിവൈഎസ്പി ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പോലീസ് ജീപ്പിന്റെ പിൻസീറ്റിലൊക്കെ ഇരുത്തിയാണ് സാറിനെ കൊണ്ടുപോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ NCRB ഡിവൈഎസ്പി എന്ന വ്യാജേനെ പാലക്കാട് കുരുടിക്കാടിന് സമീപം ഹൈവേ റോബറിക്ക് എത്തിയ സംഘത്തിലെ പ്രധാനി. സാറ് മാത്രമല്ല, ആലപ്പുഴ കായംകുളം സ്വദേശി രഞ്ജിത്ത്, കണ്ണൂർ കടാച്ചി സ്വദേശി പ്രജീഷ്, കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ഷിജിൻ എന്നിവരെയും പാലക്കാട് കസബ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ദേശീയപാതയിൽ കുരുടിക്കാടിന് സമീപം ഇന്നോവ കാറിൽ ഇവർ കാത്തു നിൽക്കുന്നു. സംശയം തോന്നിയ ഹൈവേ പരിശോധന സംഘം ഇവരുടെ കാറിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ ഇത് മറ്റേതോ വണ്ടിയുടെ നമ്പറാണെന്ന്. സംഭവം സത്യവുമാണ്. കൈയോടെ പ്രതികളെ പിടിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഡ്രൈവർ ഇറങ്ങി ഓടി. പുള്ളി ഇതുവരെയും ഓട്ടം നിർത്തിയിട്ടില്ല, ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെയെല്ലാം ചുരുട്ടിക്കൂട്ടി പോലീസ് ജീപ്പിൽ ഇട്ട് കൊണ്ടുവന്നു. കാറിൽ നിന്നും NCRBയുടെ ബോർഡുകൾ, വാഹനം കൈകാണിച്ചു നിർത്താനുള്ള ലൈറ്റുകൾ, പെപ്പർ സ്പ്രേ, ചുറ്റിക തുടങ്ങിയ സകല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സംഘത്തെ ആക്രമിച്ച പണം കവരാനാണ് ഡിവൈഎസ്പിയും സംഘവും കാത്തുനിന്നത്. ഡിവൈഎസ്പി വിഷ്ണുരാജിനായിട്ട് കേസല്ലിത്. 2021 തൃശൂർ ഒല്ലൂരിൽ 91 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രധാന പ്രതിയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്ന ഇവർ പാലക്കാട് ഒന്നിച്ച് ഓപ്പറേഷന് തയ്യാറെടുക്കുമ്പോഴാണ് കസബ പോലീസ് ഇവരെ പിടികൂടിയത്. ഇവരെ ഒന്നിപ്പിച്ച സംഘാടകനെ തിരക്കി കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും ഡിവൈഎസ്പിക്ക് ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആകെ ഒരു സങ്കടം.